Hi all, nice morning. Magic morning to all. Thank you, ma'am. Okay. ഇങ്ങനെ പോകുന്നു എല്ലാവരും ഹാപ്പി Magic ആയിട്ടിരിക്കുന്നു. morning. Magic morning. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. Yes, ma'am. Very happy. Okay, fine. ഇന്നലെ സൺഡേ ആയിരുന്നു. നിങ്ങളുടെ ഫാമിലി കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു അല്ലേ? നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ദെൻ ഇന്ന് മൺഡേ ആണ്, പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സർ പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റിംഗ് അല്ലെ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇതിന് മുൻപുള്ള ക്ലാസ്സിലൊക്കെ സർ ചോദിച്ചു അന്ന് കുറച്ച് പേരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഇതാ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഗ്രൂപ്പില് ഇന്നിപ്പോ സേഫ് സാറിന്റെ ക്ലാസ് ആണ്. ഇന്ന് 53 പാർട്ടിസിപ്പൻസ് ഉണ്ട് നമ്മളെ. എന്നും ഈ പാർട്ടിസിപ്പൻസ് എന്നും ഇതിൽ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിലെ ആൾക്കാർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. സാറിന്റെ ക്ലാസ് വരുമ്പം എല്ലാവരും ഇതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ മെഡിറ്റേഷന് പോലും ഞായറാഴ്ച 16 പേരട്ട ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാണ്, എന്ന് ഇത്രയും ആൾക്കാരുണ്ടാവണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക നിങ്ങളോട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്ന് പുതിയ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇന്ന് ഫ്രീ സെക്ഷൻ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരായിരിക്കും ഇതിലുള്ളത് അല്ലെ? അപ്പം ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. അതിന് ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് സേഫ് സാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ടോപ്പിക് വരുന്നത്. അപ്പം സർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ദെൻ ഇതില് പുതിയ മെമ്പേഴ്സ് ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ പുതിയ മെമ്പേഴ്സ് ആണെങ്കിൽ. എന്റെ ഒരു പുതിയ മെമ്പർ ഉണ്ട്, ഷീബ ബാലചന്ദ്രൻ. ഷീബ ഒന്ന് പരിചയപ്പെടുത്തൂ. ഷീബ മാം. അത് ഞാൻ ഷീബ. പറയൂ, പേര് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇൻട്രോഡ്യൂസ് ചെയ്ത്. വീട് പുളിക്കക്കടവ്. പൊന്നാനിയിലാണ് കേട്ടാ. എന്റെ അയൽവാസിയാണ്. ഇന്നലെയാണ് ആ കുട്ടീനെ ഞാൻ അതില് ചേർത്തത്. അപ്പൊ ഓക്കെ, വഴിയൊക്കെ ഓള് കാര്യങ്ങളൊക്കെ പറയുമല്ലോ. ആക്റ്റീവ് ആളെന്നെ. ഒരുപാട് പേരുണ്ട്, പുതിയ പേര് ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ന്യൂ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ പുതിയ പേരുകൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഓക്കെ ഓക്കെ, ധനു സാർ ആണോ? ധനു എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുള്ളത്. അതെ അതെ. ഓക്കെ, അപ്പം സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. താങ്ക് യു മുഫീദ. സോ വെരി വാം മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും മാജിക് മോർണിംഗ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാജിക് മോർണിംഗ് ഒന്ന് ടൈപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം മാജിക് മോർണിംഗ് എന്നുള്ളത്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒരുപാട് മാജിക് മോർണിംഗ് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മാജിക് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. സോ
എല്ലാവർക്കും തിരിച്ചു മാജിക് മോർണിംഗ് ഒരിക്കൽ കൂടെ. എവിടെയൊക്കെ മഴ ഉള്ളത്? ഇവിടെ നല്ല മഴ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഉള്ള ആളുകൾ ഒന്ന് ആറെന്ന് കമന്റ് ചെയ്ത്. ആ, ഒരുപാട് സ്ഥലത്ത് തിരുവനന്തപുരത്ത് മഴ ഉണ്ട്, തൃശ്ശൂർ മഴ ഉണ്ട്, ഇപ്പൊ എല്ലാ സ്ഥലത്തും മഴ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചു അല്ലേ? താങ്ക് യു. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, എല്ലാ മൺഡേയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വേർഡ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിന്റെ ഒരു സംഭവം എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വേർഡ് കേട്ടിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു വേർഡ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഫസ്റ്റ് ടൈമാണ് എന്നുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഫ് എന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വേർഡ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഫ്. ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആളുകൾ, ഇന്ന് ഫ്രീ സെഷൻ ആയതുകൊണ്ട് തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് ആളുകൾ ഉണ്ടാവാം. അത്തരം ആളുകൾ. ഷീബ ബാലചന്ദ്രൻ ഫസ്റ്റ് ആയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വേർഡ് കേൾക്കുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, സോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ബേസിക് അതറിയാത്ത ആളുകൾക്കും വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കാ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്? ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എനിബഡി പ്ലീസ് കം ഔട്ട്. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് 52 ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാം എന്താണെന്നുള്ളത്. ഒരാൾക്കേ അറിയാത്തുള്ളൂ. ഒരാളൊന്നും എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാൻ വരും. ആരാ പറഞ്ഞു കൊടുക്കുക? എനിബഡി? നമ്മള് മാജിക് മോർണിംഗ്. മാജിക് എന്റെ പേര് സിന്ധു. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ തീവ്രമായിട്ട് എന്തിനെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളെ ജീവിതത്തിൽ സാധിക്കുന്ന ആ ഒരു നിമിഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആ ചിന്ത നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. താങ്ക് യു സിന്ധു മാം. ഓക്കെ, താങ്ക് യു. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സ് ബ്രിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു എ പേഴ്സൺസ് ലൈഫ് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണെന്ന് വെച്ചെങ്കിൽ പോസിറ്റീവ് എക്സ്പീരിയൻസും, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണെന്ന് വെച്ചെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു മഴയുണ്ടല്ലോ അല്ലെ, മഴയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാൾക്ക് രാവിലെ തോന്നുകയാണ്, ഓ രാവിലെ തന്നെ മഴയാണ്, ഇനിയിപ്പോ ഇന്ന് ഒരു ജോലി നടക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് അയാളുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിരിക്കും. വേറെ ആൾക്ക് തോന്നുകയാണ്, ഇന്ന് രാവിലെ തന്നെ മഴയാണല്ലോ, അതൊരു ബ്ലെസ്സിങ്സ് ആണല്ലോ അല്ലെ, ഒരുപാട് ജീവികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് നമുക്കൊക്കെ അനുഗ്രഹമാണ്, നല്ല ഭൂമിയൊക്കെ ഒന്ന് കൂളായി, അതെനിക്ക് നല്ലതിനാണ്. ആ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്കത് പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൊണ്ടുവരും. കറക്റ്റ് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. എന്നോട് യോജിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഗ്രി എ എന്ന് കമന്റ് ചെയ്യാം, എല്ലാത്തവർക്ക് ഡി എന്ന് കമന്റ് ചെയ്യാം അല്ലെ. ഈ ഒരു മഴ എന്നുള്ള സിറ്റുവേഷൻസിനെ നമുക്ക് രണ്ട് രീതിയിലേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം അല്ലെ. അപ്പം ഇതേപോലെ ഓരോ കാര്യങ്ങളിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അതിലൊരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് അത് ലൈഫിൽ സംഭവിക്കുന്നില്ല. നിങ്ങൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കും, ചീത്ത ചിന്തിച്ചു കഴിഞ്ഞാൽ ചീത്ത സംഭവിക്കും. സോ ഷീബ മാം ബേസിക് ആയിട്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടും ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങനെ ഒക്കെ ആണെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പല സമയത്ത് ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം സ്ക്രിപ്റ്റിനെ കുറിച്ചായിരുന്നു, ഇതിന്റെ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നതാണ്. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്താണെന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല. അപ്പൊ ഇനി വരുന്ന ഒരു 3-4 സെഷൻസിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് പോവുക. ഇനി വരാൻ പോകുന്ന 3-4 സെഷൻസിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് പോവുക. റെക്കോർഡിംഗ് ഓൺ ആണല്ലേ? റെക്കോർഡിംഗ് ആണല്ലേ?
ഓണാണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് നമ്മൾക്കത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ അത് പറഞ്ഞു. നമ്മുടെ എല്ലാ ഡേയിലെ ഓരോ പേഴ്സണൽ ഡേയിലെ ലോ ഓഫ് അട്രാക്ഷനും വർക്ക് ചെയ്തുകൊണ്ടേക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ സമയത്തും എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് വന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ഒരു ആൻസർ ആയിരിക്കും ഇനി വരാൻ പോകുന്ന കുറച്ച് സെഷൻസ്. ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ മിനിയാന്ന് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ സംസാരിച്ച സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിച്ചിട്ടില്ലെങ്കിൽ അയാൾ എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്? സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ഒരു വെള്ളക്കാറ്. ഒരു വെള്ളക്കാർ അല്ലെ? ഒരാൾക്ക് കാണിക്കാൻ സാധിച്ച വെള്ളക്കാറാണ്. വേറെ ആൾക്ക് കാണാൻ സാധിച്ചതാണ് ബെൻസിന്റെ GLE എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ബെൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത ആളുകളുണ്ട് അല്ലെ. ചില ആളുകൾ കാറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. അത് പോട്ടെ, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ബേസിക് സാധനം പറയാനാണ് വിളിച്ചത്. സാധാരണ ഞാൻ ഈ പറയുന്ന എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവര് ലാസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡി എന്ന് കമന്റ് ചെയ്യുക, ഡിറ്റോ. എനിക്ക് ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. ആദ്യ കാലങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു ടൗണിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാം, എനിക്ക് പാർക്കിങ്ങിന് സ്പേസ് കിട്ടുമോ? ടൗണിലേക്ക് പോകുന്ന ആലോചിച്ചാലേ ഭ്രാന്താ. ഇത് പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് കാർ എടുക്കണോ ബൈക്ക് എടുക്കണോ? കാർ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താ? അവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടൂല. പിന്നെ അത് ആകെ ബുദ്ധിമുട്ടായിരിക്കും. പോലീസ് ഫൈൻ അടിക്കും, റോഡിലിട്ടും, ചിലപ്പോൾ കാറിന് വരവ്. ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സുകളായിരുന്നു എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ പോകുമ്പോൾ തന്നെ വിശ്വസിച്ചു തുടങ്ങി, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എനിക്കൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ബേസിക് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു മേഖല ഞാൻ തന്നെയായിരുന്നു. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എനിക്ക് ബേസിക് ആയിട്ടുള്ള എനിക്ക് പാർക്കിംഗ് സ്പേസ് അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങി. ആ വിശ്വസിച്ചു തുടങ്ങിയിട്ട് ഞാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഇന്നലെ ഞാനും ഹിദായത്തൊക്കെ പോകുന്ന എക്സ്പീരിയൻസിൽ പോലും അവിടെ ആദ്യം ഒരു സമയത്ത് എത്തിയപ്പോൾ അവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പൊ അവിടെ കുറച്ച് സമയമൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ കൂളായിട്ട് ഇരുന്നിട്ട് ഒന്ന് തിരിച്ചും ഇപ്പുറത്തെ സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തത്. അപ്പൊ ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് പോകുമ്പോൾ ആദ്യം തന്നെ ഫുൾ നെഗറ്റീവ് ആയിരിക്കും, ഫ്രണ്ട്സും അല്ലെങ്കിൽ ആര് പോവാണെങ്കിൽ. പിന്നെ ആരെന്ത് പറഞ്ഞാൽ ഞാൻ പറയും, നോ, കാർ പാർക്ക് ചെയ്യാൻ എനിക്കൊരു സ്പേസ് അവിടെ ഉണ്ടാവും. ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡി എന്ന് കമന്റ് ചെയ്യും. ഡി എന്ന് കമന്റ് ചെയ്യും. എനിബഡി ആരെങ്കിലും ഇതേപോലെ കാർ ഓടിക്കുന്ന ആളുകൾ ഇതേപോലെ ഉണ്ട്? ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾ കാർ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു. ഓക്കെ, റോസിൻ ആന്റണിക്ക് ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, കാസിം സാർ ഉണ്ടായിട്ടുണ്ട്, പ്രകാശൻ കൊച്ചുകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ, ധനുവിന് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇത് ആണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ടെക്നിക്കാണ്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് സ്പേസ് കിട്ടുമോ? അതായിരിക്കും നമ്മൾ ചിന്ത. ഞാനിപ്പോ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇവിടുന്ന് സ്പേസ് കിട്ടുന്നില്ല. അതിന്റെ ഒരു സൈക്കോളജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക് ആയിട്ട് നമ്മളെ ഫോക്കസ്, നമ്മളൊരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി മാറുമ്പോൾ നമുക്കവിടെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റുന്നതാണ്. ആ രീതി മാറുമ്പം അവിടെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലൈഫിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഞാൻ ആ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പാർക്കിംഗ് സ്പേസ് എവിടുന്നാ കിട്ടുന്നത്? ഓക്കെ, എവിടുന്നാണ് കിട്ടുന്നത്? എവിടുന്നാണ് നമുക്ക് ആ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നത് വെച്ചാൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് നോക്കുക. അതുവരെ നമ്മൾ അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നത്. ഓക്കെ, രണ്ട്, നമ്മുടെ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ റൂമിലുള്ള ഒരു 5 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 5, നിങ്ങൾ റൂമിൽ കാണുന്ന ഒരു 5 സംഭവങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ലൈറ്റ്സ് ഉണ്ട്,
ഫാൻ ഉണ്ട്, ഓക്കെ, ലൈറ്റ്സ് ഉണ്ട്, ഫാൻ ഉണ്ട്, അതേപോലെ ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയുമായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ റൂമിൽ ഇന്നൊരു 100 ഇതേപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണണം, കണ്ടെത്തണം. ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. നിങ്ങളുടെ റൂമിൽ ഇതേപോലുള്ള 100 സാധനങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക ചെയ്യാം. യെസ് ഓർ നോ? കണ്ടെത്താൻ സാധിക്കുമോ 100 സംഭവങ്ങൾ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നോക്കിയാൽ സാധിക്കും. നോക്കിയാൽ സാധിക്കും അല്ലേ? ഇപ്പൊ കാസിം സാർ പറയുന്നത് നോക്കിയാൽ സാധിക്കില്ല, ഉണ്ണികൃഷ്ണൻ സാർ പറയുന്നത് നോ എന്നുള്ളതാണ്, ശ്രേയ പറയുന്നത് നോ എന്നുള്ളതാണ്, ബഷീർ സാർ പറയുന്നത് നോ എന്നാണ്, ഓക്കെ, ഷീലാമേൻ പറയുന്നത് എസ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണ്? എസ് ആണ്, കാണാൻ സാധിക്കും. എങ്ങനെ നോക്കണം? ആ 100 സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്? അയൺ ബോക്സ് ഉണ്ട്, ചാർജർ ഉണ്ട്, ഷർട്ട് ഉണ്ട്, യെല്ലോ കളർ ഷർട്ട് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് കളർ ഷർട്ട് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾക്കും ജനലുണ്ട്, ജനലിന് കമ്പി ഉണ്ട്, അതിന് പുറത്തുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ നേരത്തെ പ്രകാശ് സാറ് പറഞ്ഞതുപോലെ നോക്കിയാൽ സാധിക്കും. എപ്പോ അവിടെ ആ 100 സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതും അത് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ നോക്കുമ്പോഴും നോക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ നോ പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഇരിക്കുന്ന സ്പേസിൽ നിങ്ങൾക്ക് 100 സംഭവങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെ? അത്രയും ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ. ഇത് തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം സംഭവിക്കുന്നത്, ഇതിന്റെ ഒരു സൈക്കോളജി. മനസ്സിലായോ? നിങ്ങൾ ആ സ്പേസ് ഉണ്ട് എന്ന് നമ്മളെ മൈൻഡിനെ കൂളാക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റൂമിൽ നിന്ന് ഒരു 20 സാധനം കണ്ടെത്തിയേ, ഒരു 20 സാധനം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന 1 to 2 മിനിറ്റ്സിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ കണ്ടെത്തിയ ആളുകൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാം കണ്ടെത്തിയ ആളുകൾ ജസ്റ്റ് ഒന്ന് ഡി എന്ന് കമന്റ് ചെയ്യുക കഴിഞ്ഞ ശേഷം ഡിസ്കവേർഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? കണ്ടെത്തി എന്നുള്ളത്. ഒരു 20 സാധനങ്ങൾ നിങ്ങളിപ്പോ ഇരിക്കുന്ന റൂമിൽ ബീന മാം കണ്ടെത്തി അല്ലെ, ജംഷീന മാം കണ്ടെത്തി, പിന്നെ ദിവ്യ, സിന്ധു മാം ഒക്കെ കണ്ടെത്തി അല്ലെ. ഇനി ഒരു 20 സാധനം കൂടെ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. വീണ്ടും 20 സാധനം ആഡ് ചെയ്യാൻ പറഞ്ഞാൽ കാണിക്കും. എപ്പോ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് നോക്കുമ്പോഴാണ്. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളും ഈ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, CC എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് CC എന്ന് കമന്റ്. Still clear. Thank you, Sulahab. Okay. Thank you, Shahid. So, ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഐ വാണ്ട്, എനിക്കത് വേണം, എനിക്ക് വേണം, ഐ നീഡും ഐ വാണ്ട് ഒക്കെ പോലുള്ള കാര്യങ്ങൾ, ഐ നീഡ് ഐ വാണ്ട് എന്നൊക്കെയുള്ള പോലുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് നമ്മളുടെ ലൈഫിൽ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ മീനിങ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ശരിക്ക് ഐ വാണ്ട് എന്ന് പറഞ്ഞാൽ? ഒരാൾ പറഞ്ഞേ എനിക്കൊരു കാര്യം വേണം, ഐ വാണ്ട്. നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ എന്താണ് വാണ്ട് എന്ന് പറഞ്ഞ മീനിങ്, വേർഡിന്റെ അർത്ഥം? ഐ വാണ്ട് മോർ മണി അല്ലേ, നമ്മൾ പറയാറുണ്ട്. നമുക്ക് ആവശ്യം അല്ലെ, നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്, നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഐ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളൊരു കാര്യം കൂടുതൽ ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പൊ ഈ ഒരു ഇല്ലായ്മ, ഒരു ആബ്സെൻസ് ഉണ്ടാവും, ഒരു ആബ്സെൻസ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയുകയാണെങ്കിലോ, ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പേടി അല്ലെങ്കിൽ വറീനെസ്, സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്, എൻ്റെ ലൈഫിൽ രോഗങ്ങൾ ഉണ്ടാവരുത്. അതേപോലെ തന്നെ ഐ വാണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് വേണം, എനിക്ക് പണം വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആക്ച്വലി നമുക്ക് എന്തില്ല, പണം ഇല്ല എന്നുള്ളതിൻ്റെ ഇന്നർ മീനിങ് ഉണ്ട്, പണം ഇല്ല എന്നുള്ളൊരു ഇന്നർ മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ വാണ്ട് എന്ന് പറയുന്നവർക്ക് ഒരു ലാക്ക്, ഒരു ഞെരുക്കം, നിങ്ങൾക്ക് ഒരു അഭാവം, എന്തോ ഒരു സാധനത്തിന്റെ ആബ്സെൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ കഴിയുന്നതും ഐ വാണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, കമന്റുകൾ, കാര്യങ്ങൾ, എനിക്കത് വേണം 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 എന്നുള്ള സംഭവങ്ങൾ ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ ഒഴിവാക്കണം എന്നുള്ളത്. കാരണം ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്ന അപ്പുറത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഞാനതിന്റെ ബേസിക്കിലൂടെ അങ്ങനെ കടന്നു പോവുക ചെയ്യും. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും ഐ വാണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ ഇല്ലായ്മയാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അത് ഇല്ല 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 എന്നുള്ളൊരു മെസ്സേജാണ് എന്തിലേക്ക് പോവുക, പ്രപഞ്ചത്തിലേക്ക് പോവുക. അപ്പൊ ഒരിക്കലും നമ്മൾ കഴിയുന്നതും നമ്മുടെ ലൈഫിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു വാക്കാണ് ഐ വാണ്ട്. അതേപോലെ തന്നെ ഐ നീഡ്. ഐ നീഡ് എന്ന് പറയുന്നത് എനിക്കത് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ എന്താ വരുന്നത്? അവിടെ ഒരു ലാക്കാണ് വരുന്നത്, ഒരു ലാക്കാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതേപോലെ മറ്റൊരു വാക്കാണ് ഐ ക്യാൻ. എന്നെ കൊണ്ട് പറ്റില്ല. ഐ ക്യാൻ, അത് എന്നെ കൊണ്ട് പറ്റില്ല. അവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ നിങ്ങളൊരു ബിലീഫ് സിസ്റ്റത്തിനാണ് പ്രോബ്ലം വരുന്നത്. എന്താണ്? യു ഡോണ്ട് ബിലീവ് ഇറ്റ്. നിങ്ങളത് വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ ഐ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ എന്താണ്? ആ ഒരു സംഭവം നമുക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും കൊണ്ടുവരിക. മറ്റൊന്നാണ് ഐ ആം ട്രൈയിങ്. ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മൾ ടീം മെമ്പേഴ്സിനോടൊക്കെ പറയുന്ന സമയത്ത് അധികം ടീം മെമ്പേഴ്സ് പറയുന്ന സംഭവമാണ് ഐ ആം ട്രൈയിങ്. ഞാൻ ശ്രമിച്ചു നോക്കാം, അല്ലേ? ഒരു സിനിമയിൽ ഇതേ ഡയലോഗ് പറയുന്ന സമയത്ത് മമ്മൂട്ടിയുടെ സിനിമയുണ്ട്. എന്താണ് സിനിമയുടെ പേരെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ആ സിനിമയുടെ പേരിറങ്ങി പറയാം. ഒരു ട്രെയിനിങ്ങിന്റെ, അതിന് മമ്മൂട്ടി ട്രെയിനറായിട്ട് പറയുന്ന സമയത്ത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതെന്താണ് എല്ലാ ആളുകളും വീഡിയോ ഓഫ് ആണല്ലോ, പിന്നെ ഞാനും കൂടെ വീഡിയോ ഓഫ് ഇല്ലല്ലോ. ഓക്കെ, എല്ലാ ആളുകളും, ഒറ്റ ആൾ പോലും വീഡിയോ ആണല്ലോ. സോ എന്താ പറഞ്ഞ ലാസ്റ്റ് എന്താ പറഞ്ഞേ? അല്ല, ഒരു സിനിമയില് കണ്ട കാര്യം മമ്മൂട്ടി ഒരു സിനിമയിൽ കണ്ട കാര്യം. മമ്മൂട്ടി ഒരു സിനിമയിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ടീച്ചർ പറയും, ടീച്ചർ ട്രെയിനിങ് ആണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് പറയും. അപ്പൊ ടീച്ചറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളൊന്ന് ഒരു പേന മമ്മൂട്ടി വെക്കും. ഒരു പേന ഇങ്ങനെ മമ്മൂട്ടി വെച്ചിട്ട് പറയും, ആ പേന എടുക്കാന്ന് ട്രൈ ചെയ്യാൻ പറയും. അപ്പൊ ആ ടീച്ചർ പേന എടുക്കും. അപ്പൊ മമ്മൂട്ടി പറയും, എടുക്കാനല്ലോ പറഞ്ഞത്, എടുക്കാൻ ട്രൈ ചെയ്യാനല്ലേ പറഞ്ഞു. ഏതാണ് സിനിമ? ആർക്കെങ്കിലും പേരറിയോ? കണ്ട ആളുകൾ ആരും കണ്ടില്ല? ഈ പറയുന്ന രംഗങ്ങളുടെ സിനിമ ആരും കണ്ടില്ല? യൂട്യൂബ് റീലിൽ പേര് ഓർമ്മയില്ല. ആ, യൂട്യൂബ് റീലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് റീൽ ഷാഹിദ് പറ്റുന്നെങ്കിൽ ട്രൈ ഒന്ന് ഷെയർ ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ അവിടെയാണ് ട്രൈ എന്ന് പറയുന്നതിന്റെ സൗണ്ട് കുറവാണ്. അങ്ങനെ ഉണ്ടോ? എനിക്ക് പൊതുവേ സൗണ്ട് ഒന്ന് കുറവാണ്. വേറെ സൗണ്ട് എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടോ ബാക്കിയുള്ള ആളുകൾക്ക്? ഇല്ല. മണിസാർ ഒന്ന് എക്സിറ്റ് ചെയ്ത് നോക്കും, ചിലപ്പോൾ റെഡി ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം രണ്ടാമത് നമ്മൾ ഒഴിവാക്കേണ്ട സംഭവമാണ് എന്ത്? ഐ ആം ട്രൈയിങ് എന്നുള്ളത്. ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതായിരിക്കാം. മഴയല്ലേ? അതെ അതെ, നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാവാം. കണക്ഷൻ പോയതുകൊണ്ടാവാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് സാർ ഷെയർ ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താ. ഞാൻ ഇപ്പൊ കണ്ട് പറഞ്ഞോളൂ, ഞാൻ വീഡിയോ ഓഫ് ചെയ്തേക്കാം. ഞങ്ങളുടെ വീഡിയോ ഓഫ് ആയി പോയതാണ്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, വൈഫൈ കട്ടായി, പവർ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിവ കേൾക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, അതിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ ചോദിക്കുക ഇതിനൊക്കെ പകരം എന്താ പറയാന്നായിരിക്കും, ഞാൻ പറയാം. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നടക്കുമായിരിക്കും, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ എന്താണ്? സംഭവിക്കാം, സംഭവിക്കാതെ. അവിടെ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിൽ ഒരു കുറവുണ്ട്. മറ്റൊന്നാണ് ഐ ഷുഡ്. ഞാൻ എന്തായാലും ചെയ്യും. മേ ബി ഐ ഷുഡ് എന്ന് പറയും, മേ ബി ഐ വിൽ, അല്ലെങ്കിൽ മേ ബി ഐ വോണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്യാം, ചിലപ്പോൾ ഞാൻ ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയിലേക്ക് അത് മാറാം. മറ്റൊന്നാണ് ഐ ഡോണ്ട് നോ. ഓക്കെ, ആ ഡോർ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ആണ് ക്ലോസ് ചെയ്യാണ്. ഐ ഡോണ്ട് നോ, അതെനിക്കറിയില്ല. എന്തൊരു കാര്യം ചോദിക്കണേ, അതെനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന സിഗ്നലാണ്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഐഡിയ കിട്ടും. സോ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എല്ലാ സമയത്തും ഇത് ഒഴിവാക്കാന്നല്ല പറയുന്നത്.
നമുക്ക് ഇതിന് പകരം നമുക്ക് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പകരം ഉപയോഗിക്കാവുന്ന കുറച്ച് വേർഡുകളുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും ആളോട് പറയാറുണ്ട് 2-3 വേർഡുകൾ. ഞാൻ ഇപ്പൊ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട് 2-3 വേർഡുകൾ അധികം ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട്. അതിൽ പറയുന്ന ഒരു വേർഡാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന ചില വേർഡുകൾ. അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലേ, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആളോട് പറയും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയില്ല. അപ്പൊ ആളുകൾ ചോദിക്കും, അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന ട്രിപ്പ്? ഞാനങ്ങ് അടിച്ചു പൊളിച്ചു, തരിപ്പണാക്കി അല്ലേ? ഇതൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പകരം നമുക്ക് എന്ത് പറയാം? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു, സൂപ്പർ ട്രിപ്പായിരുന്നു. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു, സൂപ്പർ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ? സൂപ്പറായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അതിലേറെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളുണ്ടാവും മലയാളത്തിൽ. മറ്റൊന്ന് നമ്മളെപ്പോഴും പറയുന്ന സംഭവമാണ് ഭയങ്കര സന്തോഷമായി. ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഞാൻ നല്ല ഹാപ്പിയായി എന്ന് പറയുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണെന്നുള്ളതാണ്. എന്നതുപോലെയാണ് ഇംഗ്ലീഷ് വേർഡുകൾ. അതേപോലെ ബട്ട്, പക്ഷേ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നെഗറ്റീവായിട്ട് എവിടെയോ ഒരു സ്റ്റക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഐ ഹാവ്, എനിക്കുണ്ട്. ഐ ക്രിയേറ്റ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്, ഉള്ളതിന് ഞാൻ നന്ദി പറയുന്നു. ഐ എൻജോയ്, ഞാനിത് എന്ത് ചെയ്യുന്നു? ആസ്വദിക്കുന്നു. ഐ ക്യാൻ, ഐ ചൂസ്, ഐ ലവ്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ആക്കി. ഇപ്പൊ ഞാൻ ആ കാറിന്റെ കാര്യം പാർക്കിംഗ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഞാൻ എന്താ പറയാനുള്ളത്? ഐ നോ ദർ ഇസ് എ പാർക്കിംഗ് സ്പേസ് ഫോർ മീ. എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ആ റൂമിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അതൊന്നും 100 സംഭവങ്ങളൊന്നും ഒരിക്കലും അവിടെ ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ക്ലിയർ ആയോ? നമ്മുടെ ലൈഫിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന എനർജി കിട്ടും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുള്ള വേറെ കുറെ ലോകൾ കൂടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് അധികം നമ്മൾ സംസാരിക്കാനുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്തിട്ട് വേറെ കുറെ ലോകളും കൂടെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ അല്ലാത്ത കുറെ ലോകളുണ്ട്. ആ ലോകളെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അത്രയും കുറച്ച് ഇൻഡെപ്തിലുള്ള ലോകളാണ്. ഈ ലോകളൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് സംസാരിച്ച ക്ലാസ്സിന്റെ അടുത്തൊരു സെഷൻ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ലോകള് ഏതൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ലോകള് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്കമിങ് സെഷൻസിലായിരിക്കും നമ്മൾ ആ ലോകളൊക്കെ സംസാരിക്കുക. ആ ലോകളാണ് ദ ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ്, കാണാൻ പറ്റുന്നുണ്ടാവും. ദ ലോ ഓഫ് അലോയിങ്, ദ ലോ ഓഫ് സഫിഷ്യന്റ് ആൻഡ് അബണ്ടൻസ്, ദ ലോ ഓഫ് പുവർ പൊട്ടൻഷ്യാലിറ്റി, ദ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, ദ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. ഓക്കെ, ഇത്രയും ലോകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഒരു IT ജോലിക്കാരന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത മൺഡേയുടെ ക്ലാസ്സിലാണ് നമ്മൾ അത് റിവീൽ ചെയ്യുക. അടുത്ത മൺഡേന്റെ ക്ലാസ്സിലാണ് നമ്മൾ റിവീൽ ചെയ്യുക. നമുക്കൊരു IT ജോലിക്കാരൻ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 4 ലോകൾ, കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ വേറെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ആസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. എസ്തർ ആൻഡ് ജെറി ഹിക്സ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, അവിടെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ അടുത്ത സെഷന് സംസാരിക്കുക. അപ്പൊ അതിൽ
പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് സാമ്യമായിട്ട് വരുന്ന ഒരു പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ, ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു എനർജിയിലാണ്, ഒരു എനർജിയാണ്. എനർജിയുടെ പ്രത്യേകത എന്താ? ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറയുന്നത് ഒരു എനർജി എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല ഈ ഭൂമിയിൽ, അല്ലെ? അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഓരോ ചിന്തകൾക്കും ഒരു എനർജി ഉണ്ട്, നമ്മുടെ ഓരോ ചിന്തകൾക്കും ഒരു എനർജി ഉണ്ട്. അതന്നെയാണ് അതിൽ പറയുന്നത്, എവറി തോട്ട് വൈബ്രേറ്റ്സ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. എവറി തോട്ട് വൈബ്രേറ്റ്സ്. എല്ലാ തോട്ടുകൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ ആണ് എന്താ? ഒരു ചലനം, അല്ലെ? ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെ ഒരു ഇളക്കം ഉണ്ടാകും എല്ലാത്തിനും. എവറി തോട്ട് റേഡിയേറ്റ്സ് എ സിഗ്നൽ. അതൊക്കെ ഒരു സിഗ്നൽ കൊണ്ടുവരും. ആൻഡ് എവറി തോട്ട്സ് അട്രാക്ട്സ് എ മാച്ചിങ് സിഗ്നൽ ബാക്ക്. എവറി തോട്ട് അട്രാക്ട്സ് എ മാച്ചിങ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേ ഒരു സിഗ്നൽ ഓരോ തോട്ട്സ് തിരിച്ചു കൊണ്ടുവരും. വി കാൾ ദാറ്റ് പ്രോസസ് ദ ലോ ഓഫ് അട്രാക്ഷൻ. അതിനാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റോസ്ലിൻ മാം ഏത് മൊബൈൽ ഫോണിൽ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്? റോസ്ലിൻ മാം കേൾക്കുന്നില്ലേ? അന്നൂടെ പറയാം, ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്? ഐഡിയ അല്ലെ? ഐഡിയ എന്ന് പറയുമ്പോൾ വോഡാഫോൺ ആണ് ഉപയോഗിക്കുന്നത്. വോഡാഫോണിന്റെ സിം ഇട്ടതിന് ശേഷം നമ്മൾ പറയാണ് BSNL നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. കാരണം എന്താ? വോഡാഫോണിന്റെ സിം ഇട്ട് കഴിഞ്ഞാൽ വോഡാഫോണിന്റെ സിഗ്നലാണ് അതിലേക്ക് അട്രാക്ട് ചെയ്യുക. BSNL സിം ഇടുമ്പോഴാണ് BSNL സിം അട്രാക്ട് ചെയ്യുക. എന്നതുപോലെ അവിടെ ആ ഒരു എനർജിയാണ്, ആ ഒരു വൈബ്രേഷൻ അട്രാക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ചിന്തകൾക്ക് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങൾ ഉണ്ടാവും, അല്ലേ? ആ 3.5 കോടി ജനങ്ങളിൽ നിന്ന് ബി മാജിക് എന്ന് പറയുന്ന ഇന്നത്തെ സെഷൻസിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നിട്ടുള്ള 55 ആളുകളായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതില് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, ലക്ഷദ്വീപിൽ നിന്നുള്ളവരുണ്ട്, പല സ്ഥലത്തു നിന്നുള്ളവരുണ്ട്. എങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയത്? ഒരു 5 വർഷം മുമ്പ് നമ്മൾ തമ്മിൽ ആരെങ്കിലും അറിയുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും, അല്ലെ? 5 വർഷം മുമ്പ് നിങ്ങൾ എന്നെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? വളരെ അപൂർവം എന്നെ അറിയുന്ന ആളുകൾ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. എന്നെ അറിയുന്ന ആളുകൾ 5 വർഷം മുമ്പ് എന്നെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, 5 വർഷം മുമ്പ് എന്നെ അറിയുന്ന ആളുകളുണ്ടോ? ഇനി കമ്മ്യൂണിറ്റിയിൽ വന്ന ആളുകൾ അങ്ങനെ തന്നെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നത്? അവിടെയാണ് നമ്മൾ ആ യൂണിവേഴ്സിന്റെ ആ സംഭവം മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഒക്കെ ചിന്തകൾ എവിടേക്കോ ഒരു സാമ്യമുണ്ട്. ആ സാമ്യമുള്ള ആളുകളാണ് അങ്ങോട്ട് കണക്റ്റഡ് ആവുക. അതാണ് ഇതിന്റെ ഒരു ബേസിക് സാധനം. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സെഷൻസിൽ നമ്മൾ കഴിയുന്നതും ഈ ഇല്ല എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു അഭാവം ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരുന്നാൽ മതി. ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ്, എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും എനിക്ക് ആരോഗ്യം എനിക്ക് എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അയാൾ ആൾറെഡി ഐ ഹാവ് എന്നുള്ള പറഞ്ഞ സംഭവത്തിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്, അല്ലെ? എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അയാൾ എന്താ പറയുന്നത്? എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പൊ അവിടെ ആദ്യം അയാൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു അറിയാതെ എനിക്ക് ആരോഗ്യമുണ്ട്. അതെന്താണ്? കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഒരാൾ പറയാണ് എനിക്ക് കൂടുതൽ ആരോഗ്യം വേണം എന്ന് പറയുകയാണെങ്കിലോ അവിടെ ആരോഗ്യമില്ല എന്നുള്ളൊരു മീനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം എന്ന് പറയുന്നതും എന്നിലുള്ള പണം കൂടുതൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അബണ്ടൻസ്, എൻ്റെ സമ്പൽ സമൃദ്ധി കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഓൾറെഡി സമ്പൽ സമൃദ്ധിയിലാണ്. എൻ്റെ അറിവുകൾ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? അറിവ് ഇവിടെ ഉണ്ട്, അത് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അഫോർമേഷൻസിൽ എപ്പോഴും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എമിലി കോട്ടർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അഫോർമേഷൻസ് ഉണ്ട്. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ.
എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകൾ, ഏത് മേഖലകളാവാം. എൻ്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതാവാം, എൻ്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതാവാം, എൻ്റെ ബിസിനസ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതാവാം. ഓക്കെ, എന്തും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു. അപ്പൊ നമ്മളുടെ സംസാരങ്ങളും നമ്മുടെ ചിന്തകളും ഇല്ലായ്മകളും പോരായ്മകളും നെഗറ്റിവിറ്റികളും നിങ്ങൾ എത്ര ഒഴിവാക്കുന്നോ അത്രയും നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പൽ സമൃദ്ധിയും ബാക്കിയുള്ള കാര്യങ്ങളും അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? യൂണിവേഴ്സിൽ തമാശ ഉണ്ടോ? യൂണിവേഴ്സിൽ തമാശ ഉണ്ടോ? ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. യൂണിവേഴ്സിൽ തമാശയില്ല. നമ്മൾ തമാശക്ക് പറയുന്ന പോലെ ആണെങ്കിൽ പോലും യൂണിവേഴ്സിൽ അങ്ങനെ തമാശ. നമ്മൾ തമാശ പറയുന്നതല്ല പറഞ്ഞത്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, ചുമ്മാ പറഞ്ഞതൊന്നും അറിയില്ല. അപ്പം അതിനൊക്കെ അനുസരിച്ച് നമ്മളെ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലിയർ ആണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാനും വീഡിയോ ഓഫ് ചെയ്യേണ്ടി പറഞ്ഞ സമയത്ത് തന്നെ വീഡിയോ ഓഫ് ചെയ്യേണ്ടി വന്നു. ക്ലിയർ ആയോ? വീഡിയോ ഓഫ് ആയിപ്പോയി, പിന്നെ വീഡിയോ ഓൺ ആയി. സോ താങ്ക് യു. ഹാൻഡ് ഓവർ ടു മുഫീദ. താങ്ക് യു സർ. ഇനി ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും. പുതിയ ആളുകൾ ഒന്ന് മുൻപോട്ട് വരിക. ഞാൻ പേര് വിളിച്ചാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ പേര് വിളിക്കാം. ധനുവിത് സർ. പുതിയ ആളുകളെ മുമ്പോട്ട് വരാന്ന് പറയുന്നത് അവരത് പരിചയപ്പെടുത്താന്നുള്ളതാണ്. ഹലോ, മോർണിംഗ്, മാജിക് മോർണിംഗ്. എൻ്റെ പേര് ധനുഷ് എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ജോബ് കൺസൾട്ടൻസി ബിസിനസ് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, യെസ്, താങ്ക് യു. താങ്ക് യു ധനുഷ് സാർ. എല്ലാ ആളുകളും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ കമന്റ് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ സെഷൻസ് മനസ്സിലായത്? മലയാളത്തിലായാലും മതി, പ്രശ്നമില്ല. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ ഒരു പോയിന്റ്? ഫീഡ്ബാക്ക് പറയുന്ന ആളുകളും പറ്റുകയാണെങ്കിൽ ഒരു പോയിന്റ് പറയാം. ക്ലാസ് ഉഷാറായിരുന്നു, ഞങ്ങൾ പോയിന്റ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ജംഷീന മാം. മാജിക് മോർണിംഗ്. എൻ്റെ പേര് ജംഷീന എന്നാണ്. വീട് ഇരുമ്പുഴിയാണ്. ഞാനിതിൽ ആദ്യമായിട്ടല്ല ക്ലാസ് കേൾക്കുന്നത്. ഇതിന് മുന്നേ 2-3 ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നതാണ്. പിന്നെ ക്ലാസ് സാറ് പറഞ്ഞത് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളെ ജീവിതത്തിലേക്ക് വരിക. അത് ശരിയാണ്, അതാണ് മനസ്സിലായത്. ഓക്കെ. പിന്നെ എൻ്റെ മിസ് വഴിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എൻ്റെ മിസ് അഫീഫ മിസ് ഇതിലുണ്ട്. മിസ്സിന്റെ ഹെൽപ്പോടെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത്. താങ്ക് യു സാർ. താങ്ക് യു ജംഷീന. താങ്ക് യു ജംഷീന മാം. അഫ്ലക് സർ. അഫ്ലക്. അഫ്ലക് കേൾക്കാവോ? ജിഷ. എന്താ മനസ്സിലായി? ഒരുപാട് ആളുകൾ പിന്നെ കമന്റ് ചെയ്യുന്നുണ്ട്, അടിപൊളി എന്ന വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. അവർക്ക് ഒഴിവാക്കേണ്ട വാക്ക് എന്തൊക്കെ മനസ്സിലായി. മാക്സിമം നെഗറ്റീവ് വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സർ, ഐ എം ലിവിങ് നൗ. അതേപോലെ നമ്മളിൽ എപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം എപ്പോഴെങ്കിലും ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. സുബേഹാദി തമാശ ശ്രദ്ധിച്ച് പറയുന്നത്. സോ എനിക്ക് തോന്നുന്ന പോസിറ്റീവ് ഒരു കാര്യം പറയട്ടെ. ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ പറയണത്. നെഗറ്റീവ്, ഇപ്പൊ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ്. കാരണം നെഗറ്റീവ് തോട്ടായാലും പോസിറ്റീവ് തോട്ടായാലും നമ്മൾ എന്താണോ തീവ്രമായി ചിന്തിക്കുന്നത് അത് നടക്കുന്നുള്ളത് എന്റെ അനുഭവത്തിലൊന്നൊരു ചെറിയ കാര്യം. ഞാനും മക്കളും കൂടി വണ്ടിയിൽ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ വണ്ടി ഇടിക്കുവോ, എവിടെയെങ്കിലും ഇരിക്കാൻ അത്രയും സ്പീഡിലാണ് മക്കൾ പോണത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞൊന്ന് സ്പീഡ് കുറച്ച് പോടാ പറഞ്ഞപ്പോഴും അവർ കേൾക്കുന്നില്ല. അതുപോലെ തൊട്ട് മുന്നിലെ വണ്ടി കൊണ്ടിടുമ്പോഴും അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ എഴുതി വെച്ചിങ്ങനെ കണ്ടില്ലേ ഡിസ്റ്റൻസ് കീപ്പ് എന്നുള്ള, എന്തെങ്കിലും ഇത് വായിക്കാൻ അറിയില്ല, നിങ്ങൾ എന്ത് ഇതിന്റെ
ബാക്കിൽ തന്നെ കൊണ്ടുവരണമെന്നില്ല, കുറച്ചും കൂടി ബാക്കിലേക്ക് ഇടണ്ടേ, നിങ്ങളൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ അതൊക്കെ പഠിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവര് കേൾക്കണില്ല. പിന്നെയും ഇവര് കൊണ്ടുപോയിടുന്നത് ആ വണ്ടിയുടെ തൊട്ട് ബാക്കില്, വീട്ടിലേക്ക് എത്രേന്റെ തൊട്ട് മുന്നേ വെച്ചിട്ട് ഒരു വണ്ടി കൊണ്ടുവന്നിടലും ഇവര് ബാക്കിൽ കൊണ്ടു നിർത്തില്ല, ആ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുക്കലും വണ്ടി വന്ന് ഇടിക്കും ചെയ്തു. കാരണം എന്റെ മനസ്സിൽ തോന്നിയ ആ ഒരു നെഗറ്റീവ് തോട്ട്, ഇടിക്കുമോ എന്നുള്ള ആ ഒരു തോട്ട് അതവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പൊ സാറ് പറയണത് പോലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പോസിറ്റീവ് തോട്ടാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സാറ് പറഞ്ഞ ഈ വാക്കുകൾ, കുറെ വാക്കുകൾ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. സാറിന് തന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇതിൽ സംസാരിച്ചിരുന്നുള്ളത്. സാറിന്നെ പബ്ലിക്കായിട്ട് വരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഒരുപാട് വാക്കുകൾ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ സാറേ, ഒരുപാട് വാക്കുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്നതിൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാനൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, വൃത്തിയായിട്ട് സംസാരിക്കാൻ പഠിച്ചു എന്നുള്ളത് ഈ ബി മാജിക്കിന്റെ ഒരു കഴിവ് തന്നെയാണ്. അതുപോലെ ഇന്നിപ്പോ നമ്മൾ 55 പേര് ഈ പാർട്ടിസിപ്പൻസ് ഇതിൽ കണ്ടിട്ടുണ്ട്. ഇവർ എന്നും നമ്മളെ ഗ്രൂപ്പിൽ വരണം. എന്നും ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. സേഫ് സാറിന്റെ ക്ലാസ്സിൽ മാത്രമല്ല ബാക്കിയുള്ള ട്രെയിനേഴ്സും നമുക്ക് നല്ല നല്ല ക്ലാസ്സുകളാണ് തരുന്നത്. ആ ക്ലാസ്സുകൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഇനി എന്നും ഇതിലുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ദിവ്യ മാം. Thank you, Sindhu ma'am. ഹലോ മാജിക് മോർണിംഗ്. ഇന്ന് നല്ല ഹാപ്പി ഉള്ള ദിവസമാണ്. എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്, മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. നല്ല സന്തോഷമുള്ള ഒരു ദിവസമായി മാറട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, സേഫ് സാർ പറഞ്ഞില്ലേ നമ്മുടെ റൂമിന്റെ അകത്ത് ഉള്ള ഒരു 20 സാധനങ്ങൾ നോക്കുക. ആദ്യം 100 സാധനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ആൾക്കാർ നോ പറഞ്ഞു. അതിനുശേഷം ഒരു 20 ആയിട്ടുള്ള, അതായത് 20 സാധനങ്ങളുടെ പേര് പറയാൻ പറഞ്ഞപ്പോ അതിൽ കൂടുതൽ ആൾക്കാര് നമ്മള് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് ഇരുന്നപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ മനസ്സിൽ അധികം വരുന്നുണ്ടായിരുന്നില്ല. എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് എഴുതാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരും ഓരോ ദിവസവും. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ദിവ്യ. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമുക്ക് വൈൻഡപ്പിന്റെ സമയമായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് ഇതിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ടീം മെമ്പേഴ്സ്, അജിഷ അല്ലെങ്കിൽ ബാക്കി മുഫീദ, ഗോപിക, ബാക്കി എല്ലാ ടീം മെമ്പേഴ്സ്, അതേപോലെ തന്നെ ലീഡേഴ്സ്, ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറയാണ്. എല്ലാവരും ഇനിയും വരുന്ന സെഷൻസിലൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിന്റെ കൂടെ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങൾ റിമൈൻഡ് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് 2 days തിയറി. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2 days തിയറി. 2 days തിയറി എന്ന് പറഞ്ഞ് നമ്മൾ ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ 2 ദിവസത്തിലധികം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ ദിവസവും 5 മണിക്ക് എണീറ്റ് ഈ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച നിങ്ങൾ എണീറ്റില്ല, ഇറ്റ്സ് ഓക്കെ, ഇഷ്യൂ അല്ല. തിങ്കളാഴ്ച നിങ്ങൾ എണീറ്റിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾ എണീക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം, ഒരാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾ 2 ദിവസം 3 ദിവസം പങ്കെടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആവാതിരിക്കാൻ ശ്രമിക്കും. തിങ്കളാഴ്ച പങ്കെടുത്തില്ല, ചൊവ്വാഴ്ച നിർബന്ധമായിട്ട് പങ്കെടുക്കണം. പിന്നെ വേണമെങ്കിൽ ബുധനാഴ്ച റെസ്റ്റ്, വ്യാഴാഴ്ച പങ്കെടുക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള 2 ദിവസത്തിലധികം നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ രീതിയിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ബി മാജിക്കിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന മെമ്പേഴ്സ് മുന്നേ ആക്റ്റീവ് ആയിട്ടും ഇപ്പം ആക്റ്റീവ് അല്ലാത്ത ആളുകൾ സർവേ എടുത്ത് നോക്കുക. മുമ്പ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. അവരിപ്പോൾ ഇതിൽ ആക്റ്റീവ് അല്ല. അവരെ ഇപ്പോൾ സിന്ധു മാമും റസാഖ് സാർക്കും മണിസാർക്കും അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരൊന്ന് വിളിച്ചു നോക്കുക, എന്താണ് ഇപ്പം നിങ്ങളുടെ ലൈഫിന്റെ അവസ്ഥ വെച്ചാൽ മതി. അവരൊക്കെ പണ്ട് ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, അതിലും അതേ അവസ്ഥയിലേക്ക്, അതിലും മോശം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം അതൊരു പവർ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അതൊരു പവർ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അത് എപ്പോഴാ മനസ്സിലാവുമല്ലോ, ഈ സ്റ്റേ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നുള്ളത് ഇതിന് പോകുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുള്ളത്
മനസ്സിലാവില്ല. ഇതിൽ നിന്ന് പോയിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇതിൽ പിന്നെ നമ്മൾ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടം എനിക്കല്ല, നഷ്ടം ബി മാജിക്കിനല്ല, നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, സ്റ്റേ ടുഗദർ, ഗ്രോ ടുഗദർ. താങ്ക് യു. ഓക്കെ, നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സെഷൻ ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന സേഫ് സാറിനും അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സൂം മീറ്റിൽ പങ്കെടുത്ത എല്ലാ ബിം മാജിക് മെമ്പേഴ്സിനും once again thank you all, thank you so much. Thank you, Safe Sir. Thank you, sir. Thank you to all. Thank you, Mufida. Thank you, Safe Sir. Thank you.